റോബിൻ, നമുക്ക് വത്തിക്കാനിൽ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം, കർദിനാളന്മാരുടെ മൂന്നാമത്തെ ജനറൽ കോൺഗ്രിഗേഷന് ശേഷം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഫ്രാൻസിസ് മാപ്പായുടെ കബറടക്കം വളരെ ലളിതവും സ്വകാര്യവുമായ ഒരു ചടങ്ങായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അതായത് വത്തിക്കാനിലെ കബറടക്ക ശുശ്രൂഷകൾക്ക് ശേഷം വിശുദ്ധ കുർബാനയ്ക്ക്, ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുള്ള വിശുദ്ധ കുർബാനയ്ക്കും ശേഷം മേരി മേജർ ബസിലിക്കയിലെ കബറടക്ക ശുശ്രൂഷ വളരെ ലളിതവും സ്വകാര്യവുമായ ഒരു ചടങ്ങായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്നെ ആഗ്രഹപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് കരുതാം. അതോടൊപ്പം തന്നെ ഇന്നലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിച്ചതിന് ശേഷം ശ്രീമതി ജോർജിയ മെലോണി കർദിനാൾ സംഘത്തിന്റെ തലവനെയും ഇന്നലെ കണ്ടിരുന്നു. അപ്പൊ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഇവർ നടത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശനിയാഴ്ച ഖബറടക്കത്തിന് ശേഷം രാത്രി 9 മണിക്ക് മേരി മേജർ ബസിലിക്കയിലെ വിശ്വാസികൾക്കായിട്ട് ജപമാല പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുമെന്ന് വത്തിക്കാൻ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഞായറാഴ്ച രാവിലെ മുതലാണ് വിശ്വാസി സമൂഹത്തിനായിട്ട് മരിയ മജോറെ ബസിലിക്കയില് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടം തുറന്നിടുക. വിശ്വാസികൾക്ക് ഞായറാഴ്ച രാവിലെ മുതൽ കബറിടം കാണുവാനുള്ള അവസരം ഉണ്ടായിരിക്കുമെന്നാണ് വത്തിക്കാൻ നമ്മളെ അറിയിക്കുന്നത്. ഇപ്പോഴും വത്തിക്കാനിൽ പൊതുദർശനം 2ാം ദിവസത്തെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിവിടെ വൈകുന്നേരം സമയം 4 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും രാവിലെ കണ്ട അതേ ക്യൂ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്, ഇന്നലെ രാത്രി മുഴുവൻ സമയവും ബസിലിക്ക തുറന്നിരുന്നു. രാവിലെ അല്പസമയം 1 മണിക്കൂർ മാത്രം 5:30 മുതൽ 6:30 വരെയുള്ള സമയം, 5:30 മുതൽ 7 മണി വരെയുള്ള സമയം മാത്രമാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ബസിലിക്ക പൂട്ടിയിരുന്നത്. ബാക്കി മുഴുവൻ സമയവും തുറന്നിരുന്നു എന്നാണ്. എങ്കിലും ആ സമയത്ത് പോലും വിശ്വാസികൾക്ക് അകത്ത് കയറി അന്തിമോപചാരം അർപ്പിക്കാൻ സാധിക്കാത്തത് ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് വത്തിക്കാൻ ഈ ഒരു അറിയിപ്പ് പുറത്തുവിടുന്നത്. ഇന്ന് പക്ഷേ ഇപ്പൊ കുറച്ചൊരു പൊതുദർശനത്തിന് വേഗത വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ യൂറോപ്പിലോ റോമിലോ ഒക്കെ ഉള്ളവര് വരുന്നവര് വേഗത്തിൽ വന്ന് അവരെ കയറ്റി വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ആ ഒരു ക്രമീകരണം അവരെ അല്പം വിപുലപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ജനബാഹുല്യം കൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ ക്യൂ വളരെ വേഗത്തിൽ നീങ്ങുന്ന, ബസിലേക്കുള്ളിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റോബിൻ, മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഫാദർ എന്ന് വെച്ചാൽ, ഇപ്പോൾ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ജനങ്ങൾ എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടോ എന്ന് വെച്ചാൽ, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് തീരാത്ത രീതിയിലുള്ള ഒരു ജനങ്ങൾ എന്ന് വെച്ചാൽ കണ്ടു തീരാത്ത രീതിയിൽ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ടോ അവിടെ? വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണി വരെയാണ്, 25-ാം, അതായത് നാളെ വൈകുന്നേരം 7 മണി വരെയാണ് ഔദ്യോഗികമായിട്ട് പൊതുദർശനം വെച്ചിരിക്കുന്നത്. കാരണം 8 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേടകം അടയ്ക്കുന്ന തിരുക്കർമ്മമാണ് നടക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ പരമാവധി ബസിലിക്ക തുറന്നിട്ട് വത്തിക്കാൻ വിശ്വാസി സമൂഹത്തോട് സഹകരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷെ ആശങ്കകൾക്ക് വഴിയില്ല. കൃത്യമായിട്ടും ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പൊതുദർശനം അവസാനിപ്പിച്ച് മറ്റ് തിരുക്കർമ്മങ്ങളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ ഞാൻ കാണുന്നത്. കാരണം ഇത് വത്തിക്കാൻ ഇപ്പൊ ബസിലിക്കയ്ക്ക് പുറത്ത്, വത്തിക്കാന് പുറത്ത് നടക്കുന്ന ഒരു കബറടക്ക ശുശ്രൂഷ ആയതുകൊണ്ട് ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് ഇറ്റാലിയൻ ഗവൺമെന്റുമായിട്ട് ചേർന്നാണ് വത്തിക്കാൻ ഇത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 170-170-ലധികം രാജ്യങ്ങളായിപ്പോ. അത്രയും രാജ്യങ്ങളിലെ ഔദ്യോഗിക പ്രതിനിധികൾ ഇവിടെ വരുന്നുണ്ട്. അവരുടെ സുരക്ഷ, അവരുടെ മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടെററിസ്റ്റ് അറ്റാക്കുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് ക്രമീകരണം, ഒത്തിരിയേറെ പേര് കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്നൊരു ഒരു ഓൾ ഓൺ എ സഡൻ ഒരു തീരുമാനമെടുത്ത് മാറ്റാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. പിന്നെ ഇതുപോലെ ജനം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനം അവസാന നിമിഷം വരുത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയണം. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ? അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പുകളോ അങ്ങനെ ഒരു ചർച്ചകളോ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്രയേറെ ജനം ഇവിടെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പം ഇന്റർനാഷണൽ മീഡിയ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു മീഡിയ കവറേജ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കവറേജ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കബറടക്ക ശുശ്രൂഷകൾക്ക് കിട്ടുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ വളരെ പ്രായോഗികമായിട്ടും
ഉപയോഗിച്ച ഒരു മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത്. സോഷ്യൽ മീഡിയക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാർപ്പാപ്പയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മീഡിയ കവറേജ് ലോകം മുഴുവൻ കിട്ടുന്നുണ്ട്. ലോകം മുഴുവൻ കിട്ടുന്നത് കൊണ്ടാണ് ഇത്രയേറെ ആളുകൾ പല ലോകത്തിന് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കൻസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കണ്ടു. അവര് മൊത്തം 23 പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പില്. അപ്പൊ അവരിങ്ങനെ വരികയാണ്. അവര് പറയുന്നത് ഇനി അവരുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ലാറ്റിൻ അമേരിക്കക്കാരനായ ആദ്യത്തെ മാർപ്പാപ്പയുടെ കബറട ചടങ്ങുകൾ അത്രയും ദൂരെ നിന്ന് ഒരു മണിക്കൂറുകളോളം ഫ്ലൈറ്റ് ചെയ്താണ് അവരിവിടെ വരുന്നത്. അത്രയേറെ ത്യാഗത്തോടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ജനബാഹുല്യം തീർച്ചയായിട്ടും ഉണ്ട് റോബിൻ. മറ്റൊന്ന്, നമുക്ക് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള കർഡിനൽസും ബിഷപ്പുമാരും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെ എത്തിയിട്ടുണ്ട്? അങ്ങനെ വല്ല അറിവും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ പിതാക്കന്മാർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരം നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമുക്ക് കേരളത്തിൽ നിന്നുള്ള, ഇന്ത്യയിൽ നിന്നുള്ള സംഘം ഇവിടെ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് അല്പസമയം മുമ്പ് NK പ്രേമചന്ദ്രൻ MP ഇവിടെ വത്തിക്കാനിലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ എത്തി ഇവിടെ ഈ ചടങ്ങുകളിൽ സംബന്ധിക്കാൻ സാധിക്കുന്നതിന്റെ ഒരു സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. റോബിൻ, മറ്റൊന്ന്, ഈ വത്തിക്കാൻ ചതുരത്തിന് പുറത്ത് എങ്ങനെയാണ് ഫാദർ തിരക്ക് അനുഭവപ്പെടുന്നത്? ഏത് രീതിയിലാണ്? വത്തിക്കാൻ ചത്തുരത്തിന് പുറത്ത് ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ സമയമാകുമ്പോൾ വീണ്ടും ഇന്നലത്തേതുപോലെ തന്നെ, ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ എനിക്ക് കാണാൻ സാധിക്കും, ഇവര് ആൾക്കാരോട് ഓടിക്കേറാൻ പറയുകയാണ് സെക്യൂരിറ്റി. ഇവിടെ വിയ കൊഞ്ചിലാസിയോണെ എന്നാണ് ഈ വത്തിക്കാൻ ചത്തുരത്തിലേക്കുള്ള മെയിൻ റോഡ്. അതായത് മാലാഖമാരുടെ ഫോർട്ടിൽ നിന്നും, കസ്റ്റലാഞ്ചലോയിൽ നിന്നും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്കുള്ള വഴിയാണത്. ആ വഴിയിൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഇപ്പോൾ ആൾക്കാരോട് ഓടിക്കേറാൻ പറയുകയാണ് ഇതിലേക്ക്, നമ്മുടെ പോർട്ട ആഞ്ചലിയിലേക്ക്. അതിലെയാണ് മെയിൻ എൻട്രൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെ വേഗത്തിൽ ആളുകളെ ബസിലിക്കയ്ക്കുള്ളിലേക്ക് കയറ്റി വിടാൻ പ്രയത്നിക്കുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ധാരാളം വോളണ്ടിയേഴ്സ് ഇവിടെ ഉണ്ട്. റെഡ് ക്രോസിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിന്റെ, കാത്തലിക് ഹോസ്പിറ്റൽസിന്റെ അസോസിയേഷന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെല്ലാവരും തന്നെ കുപ്പിവെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഒരുപാട് സംഘടനകളുടെ ഒരു ക്രമീകരണമാണ് ഇവിടെ നടക്കുന്നത്. റോബിൻ, വളരെ നന്ദി ഫാദർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഫാദർ പ്രിൻസ്